കമ്പനിയിൽ നിൽക്കേണ്ട ഒരു മിനിമം ടൈം എന്ന് പറയുന്നത് 2 വർഷമാണ്. നമസ്കാരം, സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഓൾസോ വെൻ യു ആർ നോട്ട് ഹാപ്പി അറ്റ് എ പ്ലേസ് യു ആർ വർക്കിംഗ്, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതായാലും നമ്മൾക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വർക്ക് പ്ലേസിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ that is where you need to apply tip number 5 and the most important tip: know when to leave. It is not a crime to change jobs. ഒരിക്കലും നമ്മളൊരു ജോലി വേറൊരു ജോലിയിലേക്ക് മാറുന്ന തെറ്റേ അല്ല. നമ്മൾ ഒരു കമ്പനിയിൽ നിൽക്കേണ്ട ഒരു മിനിമം ടൈം എന്ന് പറയുന്നത് 2 വർഷമാണ്. നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു 3 മാസത്തിനകത്ത് 6 മാസത്തിനകത്ത് 1 വർഷത്തിനകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു റെസ്യൂം കാണുമ്പോൾ അടുത്ത എംപ്ലോയി ചെയ്യാൻ പോകുന്ന ആൾ, ഹയർ ചെയ്യാനായിട്ട് പോകുന്ന ആൾ വിചാരിക്കും ഇവരെന്താ എല്ലാം 1 വർഷത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, 6 മാസത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ്. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് മിനിമം 2 ഇയേഴ്സ് നിന്നതിന് ശേഷം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഈസ് ഫോർ യുവർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഒരു കമ്പനിയിൽ കുറേ വർഷം നിൽക്കാൻ പാടില്ല. നമ്മളൊരു കമ്പനിയിൽ ഒരു 10 വർഷം 12 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വി വിൽ ബിക്കം റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കമ്പനി കാണാതെ അറിയാൻ പറ്റും, അവിടുത്തെ ആൾക്കാരുമായിട്ടൊരു ബോണ്ടിങ് വരും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കും നല്ല സാലറി കിട്ടിയാലും വി വിൽ നോട്ട് ബി റെഡി ടു മൂവ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് കോർപ്പറേറ്റ് ലൈഫിൽ നോ വെൻ ടു ലീവ്. നിങ്ങളൊരു ജോലി മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അടുത്തൊരു ജോലി നോക്കി ഏകദേശം എന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചിട്ട് മാത്രം മാറുക. പെട്ടെന്ന് ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഈ വീഡിയോ കണ്ട ഉടനെ എനിക്ക് എക്സ്പ്ലോയിറ്റേഷനാണ്, ഞാൻ ഇന്നോട്ട് ജോലിക്ക് മാറുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിട്ടിട്ട് പോരുത്, നമ്മളുടെ പേഴ്സണൽ ലൈഫ് കട്ടുപോകുകയാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു ഹാപ്പി വർക്കിംഗ് എൻവയറൻമെൻറ്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.